ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ എന്തൊക്കെയാ വിശേഷം? ഞാനിന്ന് നിങ്ങളോട് ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണ്. വേറൊന്നുമല്ല, ഉച്ചക്കഞ്ഞിയെ കുറിച്ച് നല്ല ഓർമ്മകളുള്ളവർ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യും. ഉച്ചക്കഞ്ഞി നമ്മൾ വീട്ടിലിരുന്ന് അടിക്കുന്ന പുട്ടല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സ്കൂൾ കാലഘട്ടത്തിൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഉച്ചക്കഞ്ഞി കിട്ടണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, എനിക്ക് ഇന്നത്തെ കാര്യം എനിക്കറിയില്ലേ, അന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉച്ചക്കഞ്ഞി കിട്ടണമെങ്കിൽ സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് പേര് കൊടുക്കണം, എന്നാലേ നമുക്ക് ഉച്ചക്കഞ്ഞി കിട്ടും. ഉച്ചക്കഞ്ഞിക്ക് പേര് കൊടുക്കാതെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഫുഡ് കൂട്ടുകാർക്ക് കൊടുത്തിട്ട് ഉച്ചക്കഞ്ഞിക്ക് പേര് കൊടുക്കാതെ വലിഞ്ഞു കയറി ചെന്ന് ഉച്ചക്കഞ്ഞി കുടിച്ചവരാരൊക്കെയുണ്ട്? അങ്ങനെ ചെയ്തിട്ടുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. പിന്നെ ഉച്ചക്കഞ്ഞിയെ കുറിച്ച് നല്ല ഓർമ്മകളുള്ളവരും കമന്റ് ചെയ്യും. എനിക്ക് നല്ല ഓർമ്മകളുണ്ട്, വളരെ നല്ല നൊസ്റ്റു ഫീലുള്ള ഓർമ്മയുണ്ട്. കാരണം ഞാൻ 5 മുതൽ 8 വരെ പഠിച്ചത് പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിലാണ്. ഇപ്പോൾ പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി ആണ്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ 5 മുതൽ 8 വരെ പഠിച്ചത്. വീട്ടിൽ നിന്ന് എനിക്ക് ഫുഡ് തന്നുവിടും, ഉച്ചയ്ക്കുള്ള ഫുഡ് തന്നുവിടും. അങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിൽ സൈഡിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് നമ്മളിങ്ങനെ അമർത്തി പിടിച്ച് തുറക്കുന്നത്, അല്ലെങ്കിൽ മുട്ടി തുറക്കണം, ചെരിച്ചു വെച്ചിട്ട് മുട്ടി തുറക്കണം. അതുപോലത്തെ ഒരു റൗണ്ടിലുള്ള സ്റ്റീൽ പാത്രത്തിൽ ഫുഡ് തന്നുവിടും. കഴിക്കില്ല. അങ്ങനെ കഴിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ വാഴയില വാട്ടി അതിനകത്ത് ചോറും കറികളെല്ലാം വെച്ച് പേപ്പറിൽ പൊതിഞ്ഞ് തന്നുവിടും. ചിലപ്പോഴൊക്കെ കഴിക്കും ആ വാഴയിലയുടെ ടേസ്റ്റ് കാരണം. പക്ഷെ എന്നാലും ഉച്ചക്കഞ്ഞിയുടെ ആ സ്മെല്ല് ഇങ്ങനെ മാറി വിളിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ചോറും കറികളും വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പേര് കൊടുക്കാതെ വലിഞ്ഞു കയറി ചെന്ന് ഉച്ചക്കഞ്ഞി അടിക്കും. അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടി, പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് ഒരു കോർണറിൽ ലക്ഷ്മി ഹോസ്പിറ്റലിന്റെ ബാക്കിലായിട്ട് കുറേ വാഴകളുണ്ട്. ബ്ലേഡ് കൊണ്ട് ആ വാഴയുടെ ഓരോ ഇലകളും കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് വരാന്തയിൽ, ഉച്ചക്കഞ്ഞി വിളമ്പുന്ന വരാന്തയിൽ വിരിക്കും. എന്നിട്ട് അതിലേക്ക് കഞ്ഞിയും പയറും അല്ലെങ്കിൽ കഞ്ഞിയും കടലയും വാങ്ങിക്കും. വെറുതെ മഞ്ഞപ്പൊടിയും ചുവന്ന മുളകും കീറിയിട്ടിട്ട് പുഴുങ്ങിയെടുത്ത കടലോ അല്ലെങ്കിൽ പുഴുങ്ങിയെടുത്ത പയറ് ഒക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ ന്യൂജനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും തന്ത വൈബ്, തേങ്ങാക്കോലെ തന്ത വൈബ് ഒന്നുമല്ല മക്കളെ, അതൊക്കെ ഒരു നൊസ്റ്റു ഫീലാണ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ഒരു കുഴിമന്തിക്കും ഒരു ചിക്കൻ ബിരിയാണിക്കും ആ ടേസ്റ്റ് നമുക്ക് തരാൻ പറ്റില്ല. മെയിനായിട്ട് ആ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ കൂടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ടീച്ചേഴ്സ്, സാർമാർ, അവരൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ടോ വരാന്തയിലൂടെ, ആ സ്കൂളിലെ കലപില അന്തരീക്ഷം, മഴക്കാലമാണെങ്കിൽ നല്ല മഴയെല്ലാം കണ്ട് ആ മഴയുടെ ചാറ്റിലും ഒക്കെ ഇങ്ങനെ ആ വരാന്തയിലേക്ക് ഇങ്ങനെ ആ മഴച്ചാറ്റിലൊക്കെ അടിച്ചുകൊണ്ട് ഇരുന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് വേറൊരു വൈബാണ്. ശരിയല്ലേ? ഒരു നൊസ്റ്റു ആണത്. എന്താ ആ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ്, വല്ലാത്തൊരു ഫീലാണത്. ശരിയല്ലേ കൂട്ടുകാരെ? അങ്ങനെ ഉച്ചക്കഞ്ഞിയെ കുറിച്ച് നല്ല ഓർമ്മകളുള്ളവർ അനുഭവങ്ങൾ പങ്കുവെക്കി. കഞ്ഞി കമന്റുകൾ ഇടരുത്. കഞ്ഞിയെ കുറിച്ചാണ് പറയുന്നതെന്ന് കരുതിയിട്ട് ഒരുമാതിരി കഞ്ഞി കമന്റ് ഇടരുത്. കേട്ടല്ലോ? അപ്പോൾ ഓക്കെ, ബൈ.